സാർ അയച്ചിരുന്ന ഡാറ്റാസ് എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവര്. അതില് എനിക്ക് മന്ത്ലി ബേസിലായിരുന്നു അത് കിട്ടേണ്ടിയിരുന്നത്. കുഴപ്പമില്ല, അത് അവർ മന്ത്ലി ബേസിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവര് പറയാനും വിട്ടുപോയി. എന്നോട് ഇങ്ങനെ ഓക്കെ ഓക്കെ കണ്ടപ്പോൾ 3 മന്ത് എന്ന് കണ്ടപ്പോൾ ഞാൻ കണ്ടിന്യൂ ഫുൾ ആയിട്ട് അയച്ചു. അവരോട് എന്നെ ചോദിച്ചിരുന്നു ടീം. ഓക്കെ 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 ഓക്കെ. എന്തിനു വേണ്ടിട്ടാന്ന് വെച്ചാൽ ആവറേജ് എടുക്കാൻ വേണ്ടിട്ടാ. നമുക്ക് 3 മന്ത്സിൽ ഒരു ആവറേജ് ഒന്ന് വെരിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ച് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ. പിന്നെ നമ്മള് പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ആദ്യം നമുക്ക് 3 ദിവസത്തെ 3 ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ അനലൈസിസിലേക്ക് പോവാം. ഒന്ന് ഫസ്റ്റ് നമ്മുടെ മെനു. ഓക്കെ. സെക്കൻഡ് നമ്മുടെ ഓപ്പറേഷൻസ്, തേർഡ് നമ്മുടെ മാർക്കറ്റിംഗ്. ഈ 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഡേയില് നമ്മുടെ മെനുവിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനലൈസിസിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇന്നും നാളെയായിട്ട് നമുക്ക് അതായത് 3 days എന്നുള്ള നമുക്കൊരു 4 days എടുക്കാം. കാരണം ഡാറ്റ നമുക്ക് നാളത്തേക്കല്ല നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അതുകൊണ്ട് നമുക്കൊരു ദിവസം കൂടി സാർ ഒന്ന് അഡീഷണൽ ആയിട്ട് ഒന്നുകൂടി ഇരിക്കേണ്ടി വരും. ഓക്കെ. അപ്പോ പിന്നെ നമ്മുടെ നിലവിലുള്ള പിന്നെ നമുക്ക് എന്തൊക്കെ ടൈപ്പ് ക്യുസിൻസ് നമ്മള് പിന്നെ റൺ ചെയ്യുന്നത് നമ്മുടെ റെസ്റ്റോറന്റിലെ നമ്മുടെ ഡിഷസുകളെ കുറിച്ച് ഒന്ന് പറയോ സാറ്? ഡിഷസ് ഇപ്പോൾ ഉള്ള ചൈനീസ് ഐറ്റംസ് ഉണ്ട്. അതിനകത്ത് പിന്നെ ബിരിയാണി ഉണ്ട്, അൽഫാം മന്തി, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇതുണ്ട്, ജ്യൂസ് സെക്ഷൻ ഉണ്ട് സെപ്പറേറ്റ്, ബിവറേജസ്. ഓക്കെ. അപ്പൊ നമുക്ക് വരുന്നത് ഒന്ന് ചൈനീസ് ക്യുസിൻസ്, ഒന്ന് സൗത്ത് ഇന്ത്യൻ ക്യുസിന്, ഒന്ന് പിന്നെ അറബിക്, പിന്നെ നമ്മുടെ ബിവറേജസുകൾ. ഈ ഒരു 3 വെറൈറ്റീസ് ആയിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി എന്നാ സാർ പറഞ്ഞിരുന്നത്? ഒരു 9 വർഷമായി. 9 വർഷം. സോറി, 9 വർഷമാണോ? ഓക്കെ. ഈ 9 വർഷമായിട്ട് നമ്മൾ ഈ ഡിഷസുകളിൽ എന്തെങ്കിലും പിന്നെ അപ്ഡേഷൻസോ അല്ലെങ്കിൽ മെനുകളിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് കാര്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നമ്മുടെ ഡിഷസുകളിൽ? ചൈനീസ് മെനുവിൽ വന്നിട്ടില്ല. ചൈനീസ് മെനുവിൽ അൽഫാം കയറിയിട്ട് 1-2 വർഷമേ ആയുള്ളൂ. അൽഫാം, മന്തി അതൊക്കെ കയറിയിട്ട്. നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ ചൈനീസ് മാത്രമായിരുന്നു. ഓക്കെ. ബിരിയാണി സൗത്ത് ഇന്ത്യൻ ചെയ്തിട്ടോ? അത് തുടക്കം മുതലേ ഉണ്ട്. ചൈനീസും ബിരിയാണി ഒക്കെ തുടക്കം മുതലേ ഉണ്ട്. ഓക്കെ. ചൈനീസിന്റെ കൂടെ നമ്മൾ എന്തൊക്കെയാണ് മെയിൻ കോഴ്സ് ആയിട്ട് കൊടുക്കുന്നത്? എന്താണ് റൊട്ടീസ് അല്ലെങ്കിൽ മറ്റുള്ള റൈസ് ഐറ്റംസ് വേറെ എന്തെങ്കിലും ഉണ്ടോ? അതിന്റെ കൂടെ നമ്മൾ പൊറോട്ട കൊടുക്കുന്നുണ്ട്. പിന്നെ അറേബ്യൻസ് ഉള്ള കുബൂസ് ഉണ്ടല്ലോ, അതാണ് പിന്നെ പോകുന്നത് അതിന്റെ കൂടെ. ഓക്കെ. പൊറോട്ട, പിന്നെ ഗീ റൈസ്. ഓക്കെ. ചപ്പാത്തി ഉണ്ടാവും. ഓക്കെ. ടോട്ടൽ എത്ര ഡിഷസുകൾ ഉണ്ട് നമ്മുടെ മെനുവിലെ? ടോട്ടൽ അപ്രോക്സിമേറ്റ്, കറക്റ്റ് കണക്കൊന്നും വേണ്ട, അപ്രോക്സിമേറ്റ് എത്ര ഡിഷസുകൾ ഉണ്ടാവാം? ഡെയിലി ഒരു മെനുവിന്റെ PDF സാറിനുണ്ടോ? മെനുവിന്റെ PDF ഉണ്ടോ സാറിന്റെ കയ്യില്? നമ്മളിപ്പോ ഡെയിലി കൊടുത്തോണ്ടിരിക്കുന്ന PDF അതുകൊണ്ട് അവൈലബിൾ ഉണ്ട്, അയക്കാം. അതിൽ നമ്മളിപ്പോ ഡെയിലി കൊടുത്തോണ്ടിരിക്കുന്ന ചിലപ്പോൾ ഐറ്റം ഉണ്ടാവും. നമ്മളിപ്പോ സോഫ്റ്റ്വെയറിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുൾ മെനു, ഒരു 150 ഐറ്റം ഉള്ളത്. അതുകൊണ്ട് ഡെയിലി കൊടുത്തോണ്ടിരിക്കുന്ന ഐറ്റം ഡെയിലി നിങ്ങൾ സെർവ് ചെയ്യുന്ന മെനുവിന്റെ ഒരു ഡെയിലി മെനുവിൽ എത്ര ഐറ്റംസുകൾ വരുന്നുണ്ട്? അതിൽ 20 ഐറ്റം വരും. 20 ഐറ്റംസ്. ഓക്കെ. ബാക്കിയുള്ള നമ്മളുടെ പിന്നെ ഈ ഐറ്റംസുകൾ ഉണ്ടല്ലോ, ഇപ്പൊ ബാക്കി ഇപ്പോ 120 ഐറ്റംസ് ഉണ്ട്, 100 ഐറ്റംസുകൾ. ആ ഐറ്റംസുകൾ നമ്മൾ എങ്ങനെയാണ് നമ്മള് കൊടുക്കാറുണ്ടോ കസ്റ്റമർക്ക്? ഏതെങ്കിലും സിറ്റുവേഷനിൽ സ്പെഷ്യൽ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും റൺ ചെയ്യുന്നുണ്ടോ? അത് സ്പെഷ്യലായിട്ടൊന്നും ഇപ്പൊ പോകുന്നില്ല. പലപ്പോഴായിട്ട് കൊടുത്ത സാധനങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ നേരത്തെ ഒരു ചെഫ് ഉള്ളപ്പോ ഉണ്ടാക്കിയ മെനു ഒക്കെ ഉണ്ട്. നമ്മളിപ്പോ സോഫ്റ്റ്വെയർ കയറ്റാൻ വേണ്ടി ഫുൾ കയറ്റിയിട്ടാണ്. ഇപ്പൊ ഉള്ള നേരത്തെ ഉള്ള ആളുടെ അസിസ്റ്റന്റ് ആണ്. അപ്പൊ അയാൾക്ക് പരിമിതികളുണ്ട്. അയാൾക്കനുസരിച്ചുള്ള സാധനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു.
ഓക്കെ. നമ്മൾ ഈ ചെയ്യുന്ന ഈ ഡിഷസുകൾക്ക് എന്തെങ്കിലും പിന്നെ ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്ത റെസിപ്പി നമ്മൾ അങ്ങനെ പിന്നെ നോട്ടാക്കിയിട്ട് തയ്യാറാക്കി വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നമ്മള്? ഇല്ല. ഇല്ല. കുക്ക് അയാളുടെ കയ്യിൽ തോന്നുന്നതായിട്ടുണ്ട് തോന്നുന്നു. ചില ദിവസം ടേസ്റ്റ് ഉണ്ടാവും, ചില ദിവസം ടേസ്റ്റ് ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ട്. ഓക്കെ. ഇവര് എന്തെങ്കിലും ഒരു കാരണവശാൽ ലീവ് ആവുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നമ്മളിപ്പോ ഈ ഒരു കുക്ക് ലീവ് ആയാൽ നമ്മൾ എങ്ങനെയാ നമ്മുടെ ഈ ഒരു കിച്ചൺ നമ്മൾ മാനേജ് ചെയ്യുന്നത്? രണ്ടാളുണ്ട് ഇപ്പൊ അതിനകത്ത്. അപ്പൊ ആ. മാറി ചെയ്യും. പിന്നെ ഒരാളെ ഹയർ ചെയ്യും. അവിടെ അവൈലബിൾ ആയിട്ടുള്ള ആരെങ്കിലും ആളെ വെച്ച് ഹയർ ചെയ്യും. ഓക്കെ. ഇപ്പൊ ചൈനീസ് ഐറ്റം അപ്പം വീണ്ടും ഈ പിന്നെ ടേസ്റ്റിന്റെ പ്രശ്നങ്ങളൊക്കെ വീണ്ടും വരില്ലേ? പുതിയ ഒരാള് പെട്ടെന്ന് വന്ന് അടിക്കുമ്പോൾ വീണ്ടും ഒരു ടേസ്റ്റിന്റെ പ്രശ്നങ്ങള് കാര്യങ്ങള് അങ്ങനെ കസ്റ്റമറുടെ കംപ്ലൈന്റ്സ് ഉണ്ടാവാറുണ്ടോ നമുക്ക്? ടേസ്റ്റിന്റെ കംപ്ലൈന്റ് മാറി ഇപ്പൊ സ്ഥിരമായിട്ട് സാറിന് ഇപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഹോട്ടലിൽ നിന്ന് അതേ ടേസ്റ്റാണ് സാധനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏത് സ്റ്റാൻഡേർഡ് ഹോട്ടൽ നമ്മളെവിടെ ഇന്ന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, ഒരു 2-3 ഭയങ്കര പിറ്റേ ദിവസം ഇത്തിരി മാറിപ്പോകും. പിന്നെ വേറെ പ്രശ്നം വരുന്നത് എന്താ വെച്ചാല് ഈ സാധനത്തിന്റെ അവൈലബിലിറ്റി എന്തെങ്കിലും 1-2 ഐറ്റം ഉണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും കൊടുക്കണ്ടെന്ന് വിചാരിച്ചു അത് അഡ്ജസ്റ്റ് ആയി കൊടുക്കാം. അപ്പൊ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ. നമ്മള് മുൻകൂട്ടി നമ്മള് പ്ലാൻ ചെയ്യാറുണ്ടോ? ഇത്ര ക്വാണ്ടിറ്റി നമുക്ക് ഓരോ സാധനങ്ങളും സെർവിങ്ങിന് ആവശ്യമായിട്ട് വരും, അതിനുള്ള സ്റ്റോക്ക് ഇത്രത്തോളം വേണ്ടി വരും, അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടോ നമുക്ക്? സിസ്റ്റം ഇല്ല, നമുക്ക് ഒരു ആവറേജ് കണക്കുണ്ട്. നമുക്ക് ഇപ്പൊ ചിക്കൻ പർച്ചേസ് ആയാലും വേറെ എന്തെങ്കിലും സാധനങ്ങളായാലും ഈ നമ്മള് ഷിപ്പിനെ ബേസ് കൊണ്ടായിരിക്കുമല്ലോ ചെയ്യുക. നമ്മൾ അവൈലബിലിറ്റി അനുസരിച്ച് ഷിപ്പിനെ നോക്കിയിട്ടാണ് ചെയ്യുക. അപ്പൊ ഇപ്പൊ ഷിപ്പ് അടുത്ത വീക്കാണ്, അടുത്ത വീക്കോ നമുക്ക് സ്റ്റോക്കിൽ ഏകദേശം ഇത്ര ഐറ്റം ഇത്ര എണ്ണം ആവശ്യം വരും. അപ്പൊ അതിനെ കാൽക്കുലേറ്റ് ചെയ്യാണ്ട് അതിന് ഇത്തിരി കൂട്ടിയിട്ടാണ് സാധനം സ്റ്റോക്ക് ചെയ്ത് വെക്കുക. ഓക്കെ. പിന്നെ അതിന്റെ ഇന്നലെ പറഞ്ഞു അതിനിടെ കച്ചവടം കയറി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവും അവിടെ. യെസ്. ഓക്കെ. നമ്മളിപ്പോ ഈ ഡെയിലി കൊടുത്തോണ്ടിരിക്കുന്ന ഈ 20 ഐറ്റംസ് ആയിട്ട് തന്നെ റൺ ചെയ്തോണ്ടിരിക്കുകയാണ് ചെയ്യുക അല്ലെ? അതില് നമുക്ക് വേറെ പിന്നെ പുതിയ ഒരു സ്പെഷ്യൽ ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ആഡ് ചെയ്ത് വരുന്നില്ല? ഇല്ല, ആഡ് ചെയ്യുന്നില്ല. ഞാൻ പലപ്പോഴായിട്ട് പല യൂട്യൂബ് ചാനലിൽ നിന്നും റെസിപ്പീസും കാര്യങ്ങളും അയച്ചു കൊടുത്തിട്ട് അവർക്ക് അത് ശരിയായില്ല എന്നല്ലോ. പുള്ളിക്കാരൊരു കോൺഫിഡന്റ് കുറവുണ്ട്, പുതിയ ഐറ്റം ചെയ്യുമ്പോഴുള്ള ഒരു കോൺഫിഡന്റ് കുറവുണ്ട്. ഓക്കെ. അത് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ട്, എന്നിട്ടും ആ പുള്ളി ചെയ്ത് നോക്കുന്നില്ല എന്നുള്ളതായിരിക്കും അല്ലെ? 1-2 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്, അത് ടേസ്റ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു കോൺഫിഡന്റ് ഇല്ലായ്മ ഉണ്ട്. പിന്നെ ഈ സാധനം വെറുതെ ഉണ്ടാക്കി നശിപ്പിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ആ ഒരു സെന്റിമെന്റിലാണ് പറയുന്നത്. എനിക്ക് ഉണ്ടാക്കിയാൽ ശരിയാന്ന്, വെറുതെ സാധനം കളഞ്ഞു പോകുന്നു. ഞാൻ അത് കുഴപ്പം, നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു എന്ന് പറഞ്ഞു. ശരിയാലും കഴിച്ചു അല്ലെങ്കിൽ കളഞ്ഞു പ്രശ്നമില്ല സപ്പോർട്ട് കൊടുത്തു. ഓക്കെ. നമ്മളിപ്പോ പിന്നെ എന്തെങ്കിലും ഡിഷസുകളുടെ കുറച്ച് ഐഡിയാസുകൾ കൊടുത്താൽ ഇവരെ ചെയ്ത് നോക്കാൻ കഴിയോ? ഇവർക്ക് എന്താണ് സാറിന്റെ ഒരു ലെവൽ ഓഫ് തിങ്കിങ്? ഇവർക്ക് നമ്മളിപ്പം കുറച്ച് ഡിഷസുകളുടെ ഐഡിയാസുകൾ നമ്മളിപ്പം പൊറോട്ട നമ്മളിപ്പം കൊടുക്കുന്നുണ്ട്. അപ്പം പൊറോട്ടകളുടെ കിഴി വെറൈറ്റീസ് ആയിട്ട് ഒരുപാട് വെറൈറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കിഴി പൊറോട്ടകളായിട്ട് ഒരുപാട് വെറൈറ്റീസ്, കാരണം ഏകദേശം 20ഓളം വെറൈറ്റി കിഴികൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ എന്തെങ്കിലും പിന്നെ സാധ്യത ഇവരെ കൊണ്ട് നമുക്ക് പിന്നെ ട്രൈ ചെയ്യാൻ, ഒരു ഉദാഹരണം പറഞ്ഞാണ് കിഴി പൊറോട്ട എന്നുള്ളത്. അപ്പൊ അതേപോലെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ട്രഡീഷണൽ ആയിട്ടും ഫ്യൂഷൻ ആയിട്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റീസുകൾ നമുക്ക് നിലവിലുള്ളത് തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പെർ പീസ് സെയിൽസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 20 മുതൽ 30% വരെ പ്രൈസിൽ മാറ്റവും അതേപോലെ ആളുകളുടെ ആ ഒരു ടേസ്റ്റിൽ വേരിയേഷൻസും കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവർ കൂടുതൽ കഴിക്കാൻ വരുന്ന ഒരാൾക്ക് ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ഉള്ള സാധനം കിട്ടുമ്പോൾ അവർ കൂടുതലായിട്ട് കഴിക്കും, അല്ലെ വീണ്ടും അവർ റെക്കമെൻഡ് ചെയ്യും അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഇവരെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ കഴിയുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ചെയ്യിക്കാൻ കഴിയും. പുള്ളിക്കാരനെ ഞാൻ ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണിത്. ഈ ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആള് പുള്ളിക്കാരൻ അസിസ്റ്റന്റ് ആയിട്ട് കിച്ചണിൽ കയറ്റി. പിന്നെ അപ്പോൾ കുക്ക് കുറെ ഐറ്റം കാണിച്ചത്, അയാൾ ആ കുക്കും പറഞ്ഞു ഇയാൾ ആള് കുഴപ്പമില്ല, അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞ് സംഭവം. പിന്നെ ആ കുക്കിന് എന്തോ ഒരു അവിടുത്തെ എന്തോ ചെറിയ ഇഷ്യൂ ആയിട്ട് പുള്ളിക്കാരൻ പോയി. അവിടെ റെസ്റ്റോറന്റിലല്ല, പുറത്തൊരു ഇഷ്യൂ ആയിട്ട് പിന്നെ അങ്ങനെ പോയി. ഞാനായിട്ട് ഒഴിവാക്കിയ ആള്. പിന്നെ ഇയാളാണ് ഉണ്ടാക്കുന്നത്. ഇയാൾ ഉണ്ടാക്കുന്ന സാധനം ഭയങ്കര ടേസ്റ്റ് ആണ്. പയ്യനാണ് സംഭവം, ഭയങ്കര ടേസ്റ്റ് ആണ് സാധനം. ഒന്ന് കാണിച്ചു കൊടുത്ത അതേ ഐറ്റം പിന്നെ പുതിയത് ഉണ്ടാക്കാനാണ് ഇയാൾക്ക് ഒരു കോൺഫിഡൻസ്. അതായത് ബേസിക്കലി ഇയാൾ കുക്കല്ല, അറിവുള്ള കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. പുതിയത് ഉണ്ടാക്കി കൊടുത്തു, അത് ഇപ്പൊ കാണിച്ചു കൊടുത്തുകൊണ്ട് പുള്ളിക്കാരൻ ചെയ്താണ് ഇത്രയും കാര്യം കണ്ടുപഠിച്ചതാണ്. അപ്പൊ കാണിച്ചു കൊടുത്താൽ ചെയ്യും, കാണിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്താലേ ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഇതെന്താണെന്ന് അറിയാം, ഇത് നിങ്ങളിപ്പോ ഈ ദ്വീപിലായതുകൊണ്ട് നമുക്ക് ഒരു പിന്നെ എക്സിക്യൂട്ടീവ് ഷെഫ്മാരുടെ ടീമുണ്ട് നമുക്ക്.
അപ്പൊ ഇവര് പിന്നെ ഈ പറയുന്ന റെസിപ്പികൾ ഇവര് സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ സാധാരണഗതിയിൽ ചെയ്യുന്നത് ആ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു 3 days അല്ലെ 4 days അവിടെ സ്റ്റേ ചെയ്ത് അവിടുത്തെ ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്ത് കറക്റ്റ് അത് സ്റ്റാൻഡർഡൈസ്ഡ് റെസിപ്പി ആക്കി നോട്ടാക്കി അതിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് അവർ ചെയ്യുക. പക്ഷെ നിങ്ങളിപ്പോ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് അതിന് പരിമിതികളുണ്ടല്ലോ, ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ റെഡി ആണെങ്കിൽ അതിന് വരാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാം. ഒരു 1 വീക്കിൽ വന്ന് പോകാൻ പറ്റും. 1 വീക്ക് എടുക്കും അങ്ങനെ ആയാലും. അവിടെ നിന്ന് വന്ന് തിരിച്ചു പോകാൻ ഒരു ഷിപ്പിന്റെ ആ ഒരു ഇത് നോക്കിയിട്ട് ഒരു 1 വീക്ക് ഗ്യാപ്പിൽ വന്ന് പോകാൻ പറ്റും. ഓക്കെ അഡ്വാൻസ് പ്ലാൻ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1 വർഷം അല്ലെ 1.5 വർഷത്തേക്ക് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് റൺ ചെയ്യാനുള്ള കുറെ ഐറ്റംസുകൾ അങ്ങനെയുള്ള കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ഡിഷസുകൾ സെറ്റ് ചെയ്തിട്ട് അതിന്റെ സ്റ്റാൻഡർഡൈസ്ഡ് റെസിപ്പി ആക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കസ്റ്റമറുടെ ഫ്ലോ നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെ നിലനിർത്താൻ കഴിയും സ്പെഷ്യൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ. ഈ സ്പെഷ്യൽ കഴിക്കാൻ വേണ്ടി ഇപ്പൊ ഇന്നലെ വന്ന് കഴിച്ച ഒരാൾക്ക് ഇന്ന് അവിടെ പോകുമ്പോ ഇന്നലെ കഴിച്ചതന്നെയാണല്ലോ കഴിക്കാനുള്ളത് എന്നുള്ള സാറ് പറഞ്ഞത് കറക്റ്റ് ആണ്. സംഭവം എന്താ പറഞ്ഞാല് അവിടെ ഉള്ളവർക്ക് അറിയാം, അമിനി ദ്വീപിലുള്ളവർക്ക് അറിയാം ആ പൊന്മേൻ മെനു എന്താ അവ കാണാതെ പറയും ഫുള്ളായിട്ട് 20 ഐറ്റം കാണാതെ അവർക്ക് അറിയാം അവിടെ നിന്ന് അതേ കിട്ടുമെന്നുള്ളത്. അപ്പൊ അതിന് നമുക്ക് കുറച്ച് വെറൈറ്റീസ് നിങ്ങൾക്ക് അവിടെ ഈ പറയുന്ന ഡെയിലി സ്പെഷ്യൽസ് നമുക്ക് അതിന് നമ്മൾ ചെയ്യേണ്ട ഡെയിലി സ്പെഷ്യൽസ്, വീക്കിലി സ്പെഷ്യല്, ഷെഫ് സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളെ നമ്മൾ മോൾഡ് ചെയ്തിട്ട് നമ്മൾ റൺ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് കൂടി എന്താണെന്ന് വെച്ചാൽ ഈ സ്പെഷ്യൽ കഴിക്കാൻ ആളുകൾ വരുമ്പോൾ അവർക്ക് സ്പെൻഡിങ് പവർ വലിയ പ്രശ്നം ഉണ്ടാവില്ല. റെഗുലർ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ അവർക്ക് എന്താണ് ലിമിറ്റേഷൻ ഉണ്ട് സ്പെൻഡിങ്ങിന്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ സാറിന് അപ്രോക്സിമേറ്റ് ഒരു 30,000 അല്ലെ 40,000 ബിസിനസ് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 50% കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിൽസിൽ ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു 30,000 രൂപന്റെ നടക്കുന്നുണ്ടെങ്കിൽ ഒരു 40 രൂപയിലേക്കോ അല്ലെ 45 രൂപയിലേക്കോ നമുക്ക് ബിസിനസ് എത്തിക്കുന്നതിന് വലിയ പ്രയാസം ഉണ്ടാവില്ല. നമുക്ക് ഈ സെയിം ഇൻഫ്രാസ്ട്രക്ചർ മതി, ചെലവുകളൊക്കെ സെയിം ആണ്, വേറെ യാതൊരു മാറ്റവും ഇല്ല. നമ്മുടെ ബിസിനസ്സിൽ ഒരു 50% ഗ്രോത്ത് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ഓവർഹെഡ് എക്സ്പെൻസിന്റെ കുറവ് നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റബിലിറ്റി കൂടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. അത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ടീമിനെ സാറിന് സെറ്റ് ചെയ്ത് തരാം. അവർ വന്നിട്ട് അത് എന്ത് ചെയ്യും, അത് സെറ്റ് ചെയ്ത് തന്നിട്ട് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് അവിടെ ആപ്റ്റ് ആയിട്ടുള്ള രൂപത്തിലേക്കുള്ള ഡിഷസുകളാക്കി മാറ്റി അത് നിങ്ങൾക്ക് ട്രയൽ റൺ അടിച്ച് നിങ്ങളുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുത്തിയിട്ടാണ് അവർ പോരുള്ളൂ. അങ്ങനെയാണെങ്കിൽ അഡ്വാൻസ് പറഞ്ഞാൽ മതി, പെർമിറ്റും കാര്യം എടുക്കാനുള്ളത് അതൊക്കെ ചെയ്തിട്ട് അഡ്വാൻസ് ആണെങ്കിൽ നമുക്ക് ഷിപ്പ് അഡ്വാൻസ് ഒക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. ഷിപ്പ് എടുത്ത് ടിക്കറ്റ് എടുക്കണമല്ലോ, അതൊക്കെ അറേഞ്ച് ചെയ്ത് ഇതാക്കാൻ പറ്റും. അത് നമുക്ക് കാര്യം ഇപ്പൊ സാറ് പറഞ്ഞില്ല, നമ്മളെ ഫുഡ് കഴിക്കാൻ വരുന്ന കസ്റ്റമർ ഇത് ഡെയിലി ഫുഡ് കഴിക്കുന്ന ആൾക്കാരല്ല ഇത്. അവിടെ അങ്ങനെ ആരും വരുന്നില്ല. ഒരു എന്റർടൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഔട്ടിങ്ങിന് പോകാൻ പുറത്ത് വരാം, ആ ഒരു സെറ്റപ്പാണ് നമ്മളവിടെ ഉള്ളത്. അങ്ങനെയാണ് ബെസ്റ്റ്. നിങ്ങൾ സ്പെഷ്യൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ അവരെ കഴിച്ചിട്ടില്ലാത്ത ടേസ്റ്റിലുള്ള സാധനങ്ങൾ, ഇപ്പൊ ഇറ്റാലിയൻ പോലുള്ള ക്യൂസിൻസുകളെ ഫ്യൂഷൻ കൊണ്ടുവരാം. നമ്മുടെ ടേസ്റ്റുമായിട്ട് ഫ്യൂഷൻ ആയിട്ടുള്ള ക്യൂസിൻസ് കൊണ്ടുവരാം. ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ ചെറിയ കഫേ, നിങ്ങളിപ്പം പ്രത്യേകിച്ച് ടൂറിസം ആണ് നിങ്ങൾ അവിടെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഫേ മോഡല് കുറച്ച് മെനുകൾ കൂടി നിങ്ങൾ കൊണ്ടുവരണം. ആളുകൾക്ക് വാങ്ങിയിട്ട് ഇത് എന്റർടൈൻ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കഫേ മോഡൽ ഡിഷസുകൾ ഉണ്ടല്ലോ, ചെറിയ കപ്പുകളിലോ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അവർക്ക് പുറത്തിരുന്നു അങ്ങ് നടന്ന് കഴിക്കാനൊക്കെ പറ്റുന്ന രൂപത്തിലുള്ള ചെറിയ ഡിഷസുകൾ കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഡിസേർട്ട് ടൈപ്സോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡിഷസുകൾ കൂടി മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു അഡീഷണൽ ഇൻകമാണ്. ഇവര് മെയിൻ കോഴ്സ് കഴിച്ചതിന് ശേഷം ഇവരെന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ഡിഷസുകൾ പുറത്തു പോയി ഇരിക്കുമ്പോ ഒക്കെ വാങ്ങി കഴിക്കും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു അപ്സെല്ലിംഗ് എന്ന് പറയും. നമുക്ക് കിട്ടുന്ന സെയിൽസിന്റെ മുകളിൽ നടക്കുന്ന സെയിൽസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഒരു സൊല്യൂഷൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലിമിറ്റഡ് കസ്റ്റമർ മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് ഒരു അഡീഷണൽ കസ്റ്റമറെ പുറത്തുനിന്ന് കൊണ്ടുവരാനില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇവരിൽ നിന്ന് മാക്സിമം റവന്യൂ ജനറേറ്റ് ചെയ്യണം നമ്മള്. ഓക്കെ, അപ്പോൾ ഒരുപാട് എമൗണ്ട് അവർ സ്പെൻഡ് ചെയ്യാനും തയ്യാറാവില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള ഡിഷസുകളായിരിക്കണം നമ്മൾ മോൾഡ് ചെയ്ത് എടുക്കേണ്ടത്. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മളുടെ ഈ പറയുന്ന ഡിഷസുകളുടെ ഈ കോസ്റ്റിംഗ് അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ടാണോ നമ്മൾ ഇതിന്റെ, ഇവരിപ്പോ പിന്നെ പ്രൊഫഷണൽ കുക്ക് ആയിരിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്, കാരണം ഇവർ പഠിച്ച് കയറി വന്ന ആളുകളാണല്ലോ. അപ്പൊ ഇവരുടെ ഈ ഡിഷസുകളൊക്കെ ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കുമ്പോ ഇതിനൊരു ബാച്ചിന് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കണ്ടന്റ് ഒക്കെ സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയാണോ വരുന്നത്, അല്ലെങ്കിൽ അതിന് വേരിയേഷൻസ് വരാറുണ്ടോ? റോ മെറ്റീരിയൽസിലൊക്കെ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ടോ? ചെറിയ വേരിയേഷൻ മാത്രമേ ഉണ്ടാവൂ.
ഓക്കെ ഓക്കെ. അതെന്തെങ്കിലും ഒരു എല്ലാ വീക്കിൽ സാധനങ്ങളും അളന്ന് തന്നെയാണോ ഇവര് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അവര് ഈ കൈ കൊണ്ട് എടുത്തിട്ട് ഇടുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റം ആണോ? കൈ കൊണ്ട് എടുത്തിടുന്നേ ഉള്ളൂ. അങ്ങനെ സിസ്റ്റം അല്ലേ? ഓക്കെ 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 ഓക്കെ. ഇവർക്ക് നമ്മൾ ഇതിനൊക്കെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ തയ്യാറാകുന്ന ആളെന്നല്ലേ അയാള്? അതൊക്കെ ചെയ്യിപ്പിക്കാം, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ സാറ് ഇന്നലെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു, സാറിന്റെ ഒരു മാനേജർ ഓൾറെഡി നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ പുള്ളിയുടെ ജോബ് റോളുകൾ എന്തൊക്കെയാ പുള്ളി നമ്മുടെ റെസ്റ്റോറന്റിൽ ചെയ്യുന്നത്? പുള്ളി നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതിനുള്ള ഡയറക്ഷൻ കൊടുക്കുക. എന്തെങ്കിലും മെയിനായിട്ട് പർച്ചേസിങ്. ഓക്കെ. പർച്ചേസ് ഇപ്പൊ കുക്കിന്റെ സൈഡ്, ചെഫിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ജ്യൂസിന്റെ സെക്ഷനിൽ നിന്നാണെങ്കിലും എന്തെങ്കിലും ഷൂട്ടേജ് എന്തൊക്കെയാണ്, അടുത്ത ഷിപ്പിനുള്ള സാധനം എന്തൊക്കെ, അതിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഈ ഇന്റന്റ് അതത് ദിവസം നമുക്ക് നാളത്തേക്ക് വേണ്ട സാധനങ്ങളുടെ ഇന്റന്റ് ഉണ്ടല്ലോ, നമുക്ക് അതിനൊരു ലിസ്റ്റ് തരുമല്ലോ, സെറ്റ് ഓഫ് ലിസ്റ്റ് തരും. ഈ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ കുക്കാണോ അല്ലെങ്കിൽ ഈ മാനേജർ ആണോ ക്രിയേറ്റ് ചെയ്യുക? കുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് മാനേജർക്ക് കൊടുക്കും ഷൂട്ടേജ് എന്തൊക്കെയാണെന്ന്. അത് നമ്മളിപ്പോ രണ്ട് തരത്തിലാണ് പർച്ചേസ് നടക്കുക. ഒന്ന് മെയിൻ ലാൻഡ് ഫുൾ ആയിട്ട് കൊണ്ടുവരും. കൊണ്ടുവന്നതിൽ എന്തെങ്കിലും ഷോർട്ടേജ് വന്നാൽ ലോക്കൽ പർച്ചേസ് റേറ്റ് കൂടുതലായിരിക്കും. അപ്പൊ ലോക്കൽ പർച്ചേസ് ഭയങ്കര ലിമിറ്റഡ്. എന്നാലും എന്തെങ്കിലും ഷോർട്ടേജ് വന്നാൽ അങ്ങനെ ഒരു 5-6 ഐറ്റം മാത്രമാണ് ദിവസേന പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്നത്. ചിലപ്പോൾ ഒരു 4-5 ഐറ്റം, അല്ല 1-2 ഐറ്റം, അത് മാത്രം. ഈ സാധനം പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാല്, കൊണ്ടുവരുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ടോ സാറിന്? കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ടോ? സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. സെപ്പറേറ്റ് റൂമിൽ തന്നെയാണോ ഇത് കീപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിൽ കീപ്പ് ചെയ്യുന്ന സിസ്റ്റം ആണോ നമുക്കുള്ളത്? ഇല്ല, കിച്ചൺ അല്ല, സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. അവിടെ നിന്ന് സാധനങ്ങൾ കിച്ചണിലേക്ക് വരുന്നത് പിന്നെ ഈ മാനേജർ എടുത്തു കൊടുത്തിട്ട് അറിഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ പോയിട്ട് കുക്ക് തന്നെ പോയിട്ട് എടുക്കുന്ന സിസ്റ്റം ആണോ നമുക്കുള്ളത്? കുക്ക് എടുക്കുന്നതാണ്. ലോക്കിംഗ് സിസ്റ്റം കാര്യം അങ്ങനത്തെ ഒന്നുമില്ല. ഓപ്പൺ സ്പേസ് ആണ്. ആവശ്യത്തിനുള്ള സാധനം അവിടെ നിന്ന് എടുക്കുന്നതാണ്. കൊടുക്കുന്ന സ്റ്റോക്ക് മാനേജ്മെന്റോ അങ്ങനെ ഒന്നും ഇല്ല അവിടെ. ഓക്കെ ഓക്കെ. അപ്പോ പിന്നെ ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തില് ചിലപ്പോ ഈ ഒരു പിന്നെ നിർമ്മാണത്തിൽ വരുന്ന ചെറിയ അപാകതകൾ കൊണ്ട് ചിലപ്പോ യൂസേജിലൊക്കെ വേരിയേഷൻസ് ഉണ്ടാവാൻ സാധ്യതയില്ലേ? അപ്പോ നമ്മളിപ്പോ ഒരു പിന്നെ ഒരു ബാച്ച് ബിരിയാണി അല്ലെങ്കിൽ ഒരു ചൈനീസിന്റെ പ്രൊഡക്റ്റുകൾ മാരിനേഷൻ നടത്തുക, അല്ലെങ്കിൽ അതിന്റെ പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഓരോ പ്രൊഡക്റ്റും നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ കൃത്യമായിട്ടുള്ള കണ്ടന്റ് തന്നെ ആണോ അതിൽ വരുന്നതെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇങ്ങനെ അവരെന്നെ വന്ന് അവരെടുത്തു കൊണ്ടുപോകുമ്പോൾ ഇപ്പൊ അതിൽ യൂസ് ചെയ്യും. മിസ്യൂസ് ഒന്നും നടക്കൂല അവിടെ, അത് ഇല്ല. മിസ്യൂസ് അല്ല, നമുക്ക് ഓവർ യൂസേജ് വരുന്നുണ്ടോ എന്നുള്ളതാ നമ്മുടെ കോസ്റ്റിംഗ് എടുക്കുമ്പോ. ഈ കോസ്റ്റിംഗ് നമ്മളിപ്പോ കോസ്റ്റിംഗിലേക്ക് പോവാണ്. ഇന്നിപ്പോ എനിക്ക് ഡാറ്റ കിട്ടാത്തതുകൊണ്ടാണ്. ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കോസ്റ്റിംഗിലേക്കാണ് നമ്മൾ പോവാ. അപ്പൊ ഈ കോസ്റ്റിംഗിലേക്ക് പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കോസ്റ്റ് സെറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ആ കോസ്റ്റ് തന്നെയാണ് പിന്നീട് പ്രൊഡക്ഷൻ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡെയിലി നിങ്ങളിപ്പോ 10 കിലോ ബിരിയാണിയാണ് ചെയ്യുന്നതെങ്കിൽ 10 കിലോ ബിരിയാണിക്ക് വേണ്ട സാധനം മാത്രമേ സ്റ്റോറിന് പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അതൊരു പാർ ലെവലിൽ നമ്മൾ വെക്കണം. നമ്മളിപ്പോ ഇന്നിപ്പോ ഒരു കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുത്തു കൊടുത്തു. നമുക്കിപ്പോ പിന്നെ ഓരോ കിലോ പിന്നെ അതിന്റെ പിന്നെ മെറ്റീരിയൽസ് നമ്മൾ കൊടുത്തു എന്ന് കരുതാം. ചിലപ്പോൾ അതിൽ 200 ഗ്രാം ആയിരിക്കും ഇന്ന് യൂസ് ചെയ്യുന്നുണ്ടാവുക. ബാക്കിയുള്ള 800 ഗ്രാം എന്ത് ചെയ്യണം? ഒന്നുകിൽ പിന്നെ നമ്മുടെ സ്റ്റോറിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിൽ ഉണ്ടാവണം. ഇങ്ങനെയുള്ള കറക്റ്റ് ആയിട്ടുള്ള ലിമിറ്റ് ചെയ്തിട്ടുള്ള യൂസേജുകൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഫുഡ് കോസ്റ്റ് നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ല, ഞാനൊരു ഉദാഹരണം അന്ന് നമ്മുടെ മീറ്റിംഗിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോ പിന്നെ ഒരു നെയ്യ്, നമ്മളിപ്പോ നെയ്യിന്റെ കൺസിസ്റ്റൻസി പല രൂപത്തിലാണ്. നമ്മുടെ പുറത്തുള്ള ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ട് നെയ്യിന്റെ കൺസിസ്റ്റൻസി ഉണ്ടാവുക. ഡാൽഡ അല്ലെങ്കിൽ നമ്മുടെ അതേപോലെയുള്ള നെയ്യുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അപ്പൊ ഇതിന്റെ കൺസിസ്റ്റൻസിയിലുള്ള വേരിയേഷൻ ഉള്ളതുകൊണ്ട് ഇത് പല ആളുകളും ഇത് യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ടിന്ന് കട്ട് ചെയ്ത്, ടിന്നിലാണ് വരുന്നതെങ്കിൽ ടിന്നിന്റെ മുഖം കട്ട് ചെയ്തിട്ട് ഇവർ നേരെ എടുത്തിട്ട് ഒഴിക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇത് പിന്നെ നല്ല ലൂസ് ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയെ നമുക്ക് പോകുന്നുള്ളൂ. അല്ലെങ്കിൽ ഇത് വലിയ കട്ടായിട്ട് കിടക്കുകയാണെങ്കിൽ കട്ട ഒന്നിച്ചാ വീഴുക. വീഴുന്ന ഇവർക്ക് അതിന്റെ ക്വാണ്ടിറ്റി അളവൊന്നുമില്ല. എത്ര ഗ്രാം എടുത്തു അല്ലെങ്കിൽ എത്ര ml എടുത്തു എന്നുള്ളതിന് ഒരു കണക്കുണ്ടാവില്ല ഇവരുടെ കയ്യിൽ. ഇവർ അതിന്റെ ഇത് എടുക്കുന്നു, അത് യൂസ് ചെയ്യുന്നു. ടേസ്റ്റിന് വലിയ വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് കറക്റ്റ് ടേസ്റ്റ് തന്നെ ആളുകൾ കഴിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിത് ചിലപ്പം 10 ദിവസത്തേക്ക് ഉപയോഗിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി നെയ്യ് നമ്മൾ വാങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ചിലപ്പോ നമുക്കൊരു 8 ദിവസം അല്ലെ 9 ദിവസം യൂസ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഒരു ദിവസത്തിൽ നമുക്ക് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഫുഡ് കോസ്റ്റിൽ കൂടി വരും. നമ്മൾ പിന്നെ അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലും നമുക്കിത് കിട്ടില്ല. അത് എവിടെ പോയി? ഈ ഒരു വേരിയേഷൻ ആണ് വന്നത്. ഞാൻ ഇങ്ങനെ ഫിക്സ് ചെയ്ത് നമ്മൾ കറക്റ്റ് കാൽക്കുലേഷൻ ചെയ്ത് വെച്ച ഫുഡ് കോസ്റ്റ് പോലും നമ്മൾ പിന്നെ നോക്കുമ്പോൾ വേരിയേഷൻ ആയിരിക്കും.
അതെ അതെ. ഇത് വരാതിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ ഒന്നുകിൽ മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറ്റുക. നമ്മൾ രാവിലെ ഒരു ഷെഡ്യൂൾ നമ്മൾ എന്ത് ചെയ്യുക, ഇന്റന്റ് കൊടുത്തിട്ട് ആ ഇന്റന്റിനുള്ള രാവിലെ മുതൽ നമ്മൾ വൈകുന്നേരമല്ലേ നമ്മൾ തുറക്കുന്നുള്ളൂ അല്ലേ? ഓപ്പണിംഗ് വൈകുന്നേരമല്ലേ ഉള്ളൂ? വൈകുന്നേരമല്ലേ ഓപ്പണിംഗ് ഉള്ളൂ നമുക്ക്? ഹാങ് ആയിപ്പോയി. ഹലോ, ഹാങ് ആയിപ്പോയി. ഓക്കെ 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 ഓക്കെ. നമ്മൾ ഓപ്പണിംഗ് വൈകുന്നേരമല്ലേ, 4 മണിക്കല്ലേ പറഞ്ഞിരിക്കുന്നത്? കസ്റ്റമർ 4 മണിക്കാണ്, ഇവർ 3 മണിക്ക് കയറും. ഓക്കെ ഓക്കെ. 2:30 അപ്പൊ 3 ഈ മണിക്ക്. നമ്മൾ ഈ 3 മണിക്ക് കിച്ചൺ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ തലേ ദിവസമോ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ദിവസത്തേക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്റ്റോറിൽ നിന്ന് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കുക ഇവർക്ക്. അതെ അതെ. ആ സാധനമാണ് അന്ന് ഉപയോഗിക്കേണ്ടത്. ഇനി അന്ന് തിരക്ക് കൂടുതലുണ്ടെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റ് കൊടുക്കുക. അടുത്ത ഇന്റന്റ് കൊടുത്തിട്ട് ഇന്ന സാധനങ്ങൾ അഡീഷണൽ വേണമെന്ന് പറഞ്ഞിട്ട് അലോട്ട് ചെയ്യുക നമ്മൾ സാധനം. അങ്ങനെ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു അലോട്ട്മെന്റ് സിസ്റ്റം നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുഡ് കോസ്റ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ഓക്കെ. അതേപോലെ നമുക്ക് ചില അവസരങ്ങളിൽ നമ്മൾ കാണും, നമ്മുടെ ഈ കുക്കുമാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ഒരു ഹാബിറ്റ് ആണത്. അവർ ഈ മുളക് പൊടിയൊക്കെ വലിയ ടിന്നിലായിരിക്കും നമ്മൾ കൊടുക്കുക. അവരിങ്ങനെ വാരി ഇങ്ങനെ ഇടുക. അതിൽ കുറച്ച് ഭാഗം പുറത്തു പോകും, കുറച്ച് ഭാഗം അകത്ത് കിടക്കും. ഇങ്ങനെ കുറച്ച് നമ്മുടെ ഈ അടുപ്പിനൊക്കെ ചുറ്റുപാട് പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഈ മസാല വീണ് കിടക്കുന്നുണ്ടാവും. ഈ മസാല എടുത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ അതിന്റെ ഒരു വേസ്റ്റ് ലോഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു തൂക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 100 ഗ്രാമോ 150 ഗ്രാമോ ഒക്കെ ഉണ്ടാവും. ഒരു ദിവസം 150 ഗ്രാം പോകുമ്പോൾ 30 ദിവസം കഴിയുമ്പോൾ എത്ര ഗ്രാം വരും എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ വലിയൊരു എമൗണ്ട് ആയിരിക്കും വരിക. നമ്മൾ ആദ്യം കാണുമ്പോൾ ഒരു ദിവസം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെറിയതായിരിക്കും. അങ്ങനെ നമ്മൾ ഓരോ ഡിഷസുകളിലും വരുന്ന വേസ്റ്റേജുകൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറയുന്ന കാൽക്കുലേഷനിലേക്ക് കൊണ്ടുവരണം. അതിന് നമ്മളൊരു വേസ്റ്റ് ലോഗ് ഷീറ്റ് എന്ന് പറഞ്ഞ ഒരു ഷീറ്റ് വെക്കും. നമ്മൾ ഒരു നോട്ട്ബുക്ക് വെച്ച് കൊടുത്താൽ മതി നിങ്ങൾ. അതത് ദിവസത്തെ എന്ത് വേസ്റ്റേജ് ഉണ്ടെങ്കിലും അതിൽ എഴുതണം എന്നുള്ളത് പറയാം അവരോട്. ഇവനിപ്പം നിങ്ങളിപ്പോ ബീഫ് ഉണ്ടോ സെയിൽസ് അവിടെ? ബീഫുണ്ടോ? ബീഫുണ്ട്. അപ്പൊ ഈ ബീഫൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ പൊതുവെ എന്ത് ചെയ്യും? ചിലപ്പോൾ അതിൽ ബോണുള്ള ബീഫ് ഉണ്ടാവാം. ഈ ബോണുള്ള ബീഫ് അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും വേസ്റ്റ് ആയിട്ടുള്ള പാർട്ടുകൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും. ഇപ്പൊ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ നമ്മൾ ഓരോ ബാച്ചിലും വരുന്ന ബീഫിന് പല വേസ്റ്റേജ് ആയിരിക്കും ഉണ്ടാവുക. ഓരോ സമയത്തും വരുമ്പോൾ പല രീതിയിലുള്ള വേസ്റ്റേജ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വേസ്റ്റേജ് വരുന്നുണ്ട് എങ്കിൽ നമുക്കത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. കാരണം അല്ലെങ്കിൽ നമ്മൾ എന്താണ്, ഇന്ന് ഞാനിപ്പോ 10 കിലോ ബീഫ് ഈ ആഴ്ചത്തേക്ക് വാങ്ങി എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ നമുക്ക് വിൽക്കാൻ കിട്ടുന്നത് ഈ ആഴ്ച 10 കിലോ ബീഫിൽ നിന്ന് നമുക്ക് വിൽക്കാൻ കിട്ടിയ ഈൽഡ് അടുത്ത ഇയർ വീക്ക് നിങ്ങൾ വാങ്ങിയപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം വിൽക്കാൻ കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം എന്താണ്? അതിൽ ചിലപ്പം വേസ്റ്റേജ് കൂടുതൽ പോയിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ഈ വേസ്റ്റേജ് ഏത് ബാച്ചിൽ വന്നതിൽ നമുക്ക് വേസ്റ്റേജ് കൂടുതൽ വന്നു എന്നുള്ളത് നമുക്ക് ഈ ലോഗ് ബുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പൊ നമ്മൾ പറയേണ്ടത് ഇവർ എത്ര വേസ്റ്റേജ് ഇതിൽ കട്ട് ചെയ്യുന്നുണ്ടോ അതിനൊരു ചെറിയ ഒരു ത്രാസ് വാങ്ങിക്കൊടുക്കുക, ഒരു സ്കെയിൽ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവരത് തൂക്കിയിട്ട് ഇന്നത്തെ ബീഫിൽ ഇത്ര വേസ്റ്റേജ് ഉണ്ട്, ആ വേസ്റ്റേജ് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ഒരു വീക്ക് കഴിയുമ്പോൾ നമുക്കിപ്പോ തിങ്കൾ മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ സാറിനൊരു അപ്രോക്സിമേറ്റ് ഒരു മോണിറ്ററിംഗ് നടത്താം. ഇന്ന് എത്ര ഇത് വന്നു, അത് അവിടെ മാറ്റി വെക്കുന്നു. അടുത്ത ആഴ്ചത്തെ വേസ്റ്റേജ് എടുത്തിട്ട് നമ്മൾ വീണ്ടും നോക്കുമ്പോൾ നമുക്കറിയാം അതിൽ എത്രത്തോളം വേസ്റ്റേജിന് വേരിയേഷൻ വരുന്നുണ്ട് എന്നുള്ളത്. വേസ്റ്റേജ് ഒരുപാട് കൂടി വരുന്നുണ്ട്, നമ്മുടെ വെണ്ടേഴ്സിൽ നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നമ്മൾ നോക്കിയിട്ടില്ല, നമ്മൾ അറിയില്ല. നമ്മുടെ വെണ്ടേഴ്സ് എന്ത് ചെയ്യും? വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ നമ്മളിലേക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഇൻവെന്ററിയിൽ കയറ്റി വിടും. ഇപ്പൊ സാർ ഇത് അവിടെ ഇല്ലല്ലോ, ഇൻ ഹൗസ് ഇല്ലല്ലോ സാറ് ഔട്ടർ ആണ് ബിസിനസിന്റെ. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊന്നും നോക്കാൻ ചിലപ്പോൾ മാനേജർക്ക് സമയം കിട്ടിയെന്നും വരില്ല. അപ്പൊ ഇങ്ങനെ ഒരു ലോഗ് ബുക്ക് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. വേസ്റ്റേജ് വലിയൊരു ഘടകമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റിംഗ് കൂടുന്നതിന്റെ. ഓക്കെ. പിന്നീട് നമ്മുടെ പ്രൈസിങ് എങ്ങനെയാണ്? നമ്മളിപ്പോ നിലവിലുള്ള ഫുഡുകളുടെ പ്രൈസിങ് എങ്ങനെയാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നതിന്റെ ഒരു സിസ്റ്റം എന്താണ്? എങ്ങനെ ഫോളോ ചെയ്തിരിക്കുന്നത്? നിലവില് നമ്മളിപ്പോ ഒരു ഐറ്റം എടുത്തു കഴിഞ്ഞാല് നമ്മളെ ഇതിന്റെ പർച്ചേസ് റേറ്റ് ഉണ്ടല്ലോ, ആ സാധനങ്ങളും മറ്റേ ബാക്കി അത് നമ്മൾ ഡിവൈഡ് ചെയ്യും. എത്ര എണ്ണത്തിന് ഇപ്പൊ ഒരു 10-30 ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എടുത്ത് അതിന്റെ കോസ്റ്റ് എത്രയാണ്, പിന്നെ അതിന്റെ കൂടെ നമുക്കൊരു ഇവർക്ക് സ്റ്റാഫിനുള്ള സാലറിയും കാര്യങ്ങളും ഒക്കെ ഏകദേശം എത്ര വരും ഡിവൈഡ് ചെയ്ത് അങ്ങനെ ഒരു ഏകദേശം വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ 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 ഓക്കെ.
സ്റ്റാർട്ടിങ്ങിൽ 150 അങ്ങനെ എന്തായിരുന്നു ബിരിയാണിക്ക്. ഇപ്പൊ 190 അങ്ങനെ എന്താണ്, 190 ചെയ്തു. ഓക്കെ 90 200 ആ ഒരു റേഞ്ചിലാണ്. ഓക്കെ ഓക്കെ. അതെന്തായാലും നാളെ നമുക്ക് നമ്മുടെ ബ്രേക്ക് ഈവൻ ആണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് എത്ര രൂപ ഫിക്സഡ് എക്സ്പെൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര രൂപയുടെ ബിസിനസ് വരണം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിക്സഡ് എക്സ്പെൻസ് മറികടന്നു കഴിഞ്ഞാൽ, നമ്മുടെ വരുമാനം വെച്ച് നമ്മൾ മറികടന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പ്രോഫിറ്റബിലിറ്റി കൂടുതലാണ്. അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ബിസിനസ് വേണം എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൈസിങ് ഇടേണ്ടത്. ഓക്കെ, ഇതിൽ നമുക്ക് പിന്നെ 3 ഘടകങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുക. ഒന്ന്, നമ്മുടെ ഫുഡ് കോസ്റ്റ്, റോ മെറ്റീരിയൽസും പ്ലസ് നമ്മളത് പാക്കിംഗ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ പാക്കിംഗ് മെറ്റീരിയൽസിന്റെ കോസ്റ്റും. അതാണ് ഫുഡ് കോസ്റ്റിൽ നമ്മൾ മെയിൻലി കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മുടെ ബാക്കിയുള്ള എന്ത് എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിലും, സാറിന് ഇപ്പോൾ ഇവിടുന്ന് സാധനം അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്ന എക്സ്പെൻസ് ആണെങ്കിലും, അവിടുത്തെ റെന്റും അതേപോലെ മറ്റേ സ്റ്റാഫ് സാലറി, എന്ത് എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിലും ഓവർ ഹെഡ് എക്സ്പെൻസിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഓക്കെ. ദെൻ അടുത്തത് നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് മാർജിനാ. ഇപ്പൊ നമുക്ക് അവിടെ സീസണും ഓഫ് സീസൺ ഉണ്ടോ നിങ്ങൾക്ക് അവിടെ ബിസിനസ്സിൽ? സീസൺ ആൻഡ് ഓഫ് സീസൺ വരുന്നുണ്ടോ? സീസണും ഓഫ് സീസണും വരുന്നുണ്ടോ നിങ്ങൾക്ക് അവിടെ? ചെറുതായിട്ട് എഫക്ട് ആവുന്നുള്ളൂ. അതായത് നമുക്ക് വരുന്ന ഓഫ് സീസൺ ഓൺ സീസൺ എന്ന് പറഞ്ഞാല്, ഇത് നമ്മളെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ മെയിൻലാൻഡ് പഠിക്കാൻ പോയ സ്റ്റുഡൻസ് വെക്കേഷൻ ടൈമിലാണ് നമുക്ക് ഇതായിട്ട് വരുന്നത്. അതൊന്ന് നമുക്ക് അതിന് വെക്കേഷൻ ടൈമിൽ കച്ചവടം ഉണ്ടാകും. പിന്നെ രണ്ടാമത് നമുക്ക് ഓഫ് സീസൺ വരുന്നത് മൺസൂൺ സീസണിൽ ഭയങ്കരമായിട്ട് എഫക്ട് ആവുന്നുണ്ട്. ഈ ബീച്ച് സൈഡ് ആയതുകൊണ്ട് ഒരു 4-5 മാസത്തേക്ക് വെക്കേഷൻ സമയം എന്ന് പറയുന്നത് ഏതാ സമയം? വെക്കേഷൻ ഏത് മാസങ്ങളിലൊക്കെയാണ് നമുക്ക് അവിടെ എഫക്ട് വരുന്നത്, ആളുകൾ കൂടുതൽ ഫ്ലോ വരുന്നത്? നോർമൽ വെക്കേഷൻ ഫെബ്രുവരി ആ സമയത്തൊക്കെ അല്ലേ? ഫെബ്രുവരി മാർച്ച്, മാർച്ച് ഏപ്രിൽ ആ ടൈം ഒക്കെ. ഓക്കെ. പിന്നെ റംസാന് നമ്മൾ ക്ലോസിംഗ് ആണ്, ഡേ ക്ലോസ് ആണ്, കച്ചവടം ഇല്ലല്ലോ. ഈവനിങ് ഓപ്പൺ ചെയ്യോ? ഈവനിങ് ഓപ്പൺ ചെയ്യുന്ന ഫുഡ് പോകില്ല. എല്ലാവരും വീട്ടിൽ നിന്ന് പല സ്പെഷ്യലും കാര്യങ്ങളുള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്നാക്സോ കാര്യങ്ങൾ കൊടുത്തിട്ട് ഇതാണ് ചെയ്യും. അന്ന് റംസാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും നമ്മൾ സ്പെഷ്യൽ ഇഫ്താർ അങ്ങനത്തെ എന്തെങ്കിലും കിറ്റോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? സ്നാക്സ് ആ വെറൈറ്റി സാധനം, ജ്യൂസ് ഐറ്റംസ് ആണ് കൊടുത്തത്. ഫുഡിന് ആൾക്കാർ ഈ തറാവി കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഓപ്പൺ ആക്കാൻ പറ്റും സാധനം. നമ്മൾ അവിടുത്തെ ഒരു കസ്റ്റം അനുസരിച്ച് ഈ തറാവി വരെ എല്ലാ ഷോപ്പും അടഞ്ഞു കിടക്കുന്നതാണ് ദ്വീപില്, നമ്മുടെ നാട്ടിൽ. ഇതുള്ള ഒരു മൂലക്കാണ്. അതിനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ആൾക്കാർ വീട്ടിൽ നിന്ന് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വരില്ല. അവിടെ ഇത് നോമ്പ് തുറായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, സിസ്റ്റം ഉണ്ടാ, പാക്കേജ് പോലെ ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ ഈ നൈറ്റില് പിന്നെ നമ്മള് റംസാന്റെ സമയങ്ങളിൽ നമ്മളിപ്പം പൊതുവെ നമ്മള് പല റെസ്റ്റോറന്റുകളിലും നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളത് ഒരു നൈറ്റ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരാറുണ്ട്. അവിടെ അങ്ങനെ എന്തെങ്കിലും സിസ്റ്റം ഉണ്ടോ? ആളുകൾക്ക് രാത്രിയിൽ പുറത്തിറങ്ങുന്ന സിസ്റ്റം ഉണ്ടോ? ആൾക്കാർ രാത്രി ഇഷ്ടം പോലെ പുറത്തുണ്ട്. അവർ റെസ്റ്റോറന്റിലേക്കാണോ കൊണ്ടുവരുന്നുള്ളതാണ്. അതിന് സാധ്യതയുണ്ട്. അത് നമ്മുടെ ഹെവി ഫുഡ് അല്ല നമ്മൾ കൊടുക്കുക അവിടെ, ഹെവി ഫുഡ് അല്ല കൊടുക്കുക അവിടെ. നമ്മൾ എന്തെങ്കിലും ബീവറേജസുകൾ, സ്പെഷ്യൽ ബീവറേജസ്, ഇപ്പൊ കുലുക്കി സർബത്ത് എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള പിന്നെ വെറൈറ്റീസ് ഓഫ് ബീവറേജസുകൾ നമ്മൾ കൊണ്ടുവരും. അത് ലൈവായിട്ട് ചെയ്തു കൊടുക്കുക, അവരെ കാണിച്ചുകൊണ്ട് തന്നെ അങ്ങനത്തെ ലൈവുകൾ ചെയ്തു കൊടുക്കുക. പിന്നെ അതേപോലെ ചെറിയ ഡിസേർട്ടുകൾ, ഇത് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ ചെറിയ വരുമാനത്തിൻ്റെതല്ല ഇത് കൊടുക്കുക. നമ്മൾ അല്പം നമ്മൾ എന്ത് ചെയ്യും, പ്രൈസ് ഇട്ടിട്ട് കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പിന്നെ മെനുകളാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുക. കൂടുതൽ സ്റ്റാഫ് വേണ്ട അതിന്, നമുക്ക് ലിമിറ്റഡ് സ്റ്റാഫ് മതി. അങ്ങനെ വെച്ചിട്ട് നമ്മൾ റൺ ചെയ്യുന്ന രൂപത്തിലേക്ക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്രോഫിറ്റബിൾ ആണത് യഥാർത്ഥത്തിൽ. കാരണം ബീവറേജ് ഒക്കെ നല്ല രൂപത്തിൽ പ്രോഫിറ്റബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് സ്ട്രാറ്റജി സെറ്റ് ചെയ്യാം. നമുക്ക് അത് ഇഫ്താറിന്റെ ഒരു കോൺസെപ്റ്റ് ആയിട്ടേ. ഓക്കെ, ഈ 3 മാസം നിങ്ങൾ ഈ പിന്നെ ഈ ആളുകൾ കൂടുതലായിട്ട് നമ്മൾ അവിടെ പിന്നെ എത്തുന്ന ഒരു വെക്കേഷൻ സമയം പറഞ്ഞല്ലോ, അപ്പം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ സമയമായിരിക്കാം. ഈ സമയങ്ങളിൽ നമ്മള് പിന്നെ എന്തെങ്കിലും പിന്നെ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഇവന്റുകൾ രൂപത്തിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ആളുകളെ അട്രാക്ട് ചെയ്യാൻ എന്തെങ്കിലും ഓഫേഴ്സോ അങ്ങനെ ഇവന്റോ പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലും അട്രാക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല, അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ പലപ്പോഴായിട്ട് ഞാൻ ഒന്ന് പ്ലാനിങ് ഉണ്ടായിരുന്നു. ഒരു ഇതുണ്ട്, കാൻഡിൽ ലൈറ്റ് ഡിന്നർ, പിന്നെ കപ്പിൾ ഡിന്നർ, പിന്നെ അതുപോലെ തന്നെ
പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ, ബർത്ത്ഡേ സ്പെഷ്യൽ, അങ്ങനെ പലതും പ്ലാൻ ചെയ്തു. ഞാൻ ഇത് ഔട്ട് ഓഫ് ബിസിനസ് ആയതുകൊണ്ട് എനിക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ഇംപ്ലിമെന്റേഷൻ ഭയങ്കര പ്രശ്നമാണ്. അവർക്ക് ആ കറക്റ്റ് ഐഡിയ. നമ്മുടെ മാനേജർ ഓക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങള് കറക്റ്റ് പ്ലാൻ ചെയ്ത് കൊടുത്താൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാവില്ലേ? അത് ചെയ്യാം, പുള്ളിക്കാരൻ തയ്യാറാവും, പുള്ളിക്കാരൻ തയ്യാറാക്കി പ്രശ്നമാണ്. ഓക്കെ 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 ഓക്കെ. നമ്മൾ ഇതിന് എന്തെങ്കിലും രൂപത്തിലുള്ള പിന്നെ ഓഫേഴ്സ് അല്ലെ പ്രൊമോഷൻസ് ഏതെങ്കിലും സാർ ഇപ്പൊ ഈ പറയുന്ന 9 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും പ്രോസസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓഫേഴ്സോ പ്രൊമോഷൻസോ? ഇല്ല, ഓഫർ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ഈ വരുന്ന കസ്റ്റമേഴ്സിന്റെ ഡാറ്റ കളക്ഷനോ അങ്ങനെ എന്തെങ്കിലും പ്രോസസ്സ് നമ്മൾ ചെയ്യാറുണ്ടോ? ഡാറ്റ കളക്ഷൻ അങ്ങനെ എന്തെങ്കിലും, ഇവരുടെ മൊബൈൽ നമ്പറോ അങ്ങനെ എന്തെങ്കിലും ഡാറ്റ കളക്ഷൻ പ്രോസസ് ഉണ്ടോ നമുക്ക്? കസ്റ്റമേഴ്സ് അല്ലേ ഉള്ളൂ. നേരത്തെ ഉണ്ടായിരുന്നു, നേരത്തെ കുറെ ഉണ്ടായിരുന്നു. ആ ഒരു റിവ്യൂവിന് വേണ്ടി അവരുടെ ഫോൺ നമ്പർ പേരൊക്കെ എഴുതിയിട്ട് ഡബ്ബയിൽ ഇടുന്നവരും അവിടുന്ന് എന്തോ സെലക്ട് ചെയ്തിട്ട് അവർ ചെറിയ ഇത് കൊടുക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, കുറെ ഉണ്ടായിരുന്നു. ആ ഡാറ്റാസ് ഒക്കെ നിലവിൽ നമ്മുടെ കയ്യിലുണ്ടോ? നമ്മുടെ കയ്യിൽ ഞാനിപ്പോ ഒരു 1 വീക്ക് ബിഫോർ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഔട്ട്ലെറ്റിനും അതാത് ഡാറ്റാസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അതൊരു നല്ല ഒരു തീരുമാനമാണ്. അത് കാരണം ഭാവിയിലെ നമ്മുടെ ബിസിനസ്സിനുള്ള ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റാസാ. ഈ ഡാറ്റാസ് നമ്മുടെ കയ്യിലുണ്ട്, പല രൂപത്തിൽ മെഷർ ചെയ്യാം നമുക്ക്. അതുപോലെ സാറിന് ഒന്നിൽ കൂടുതൽ ബിസിനസ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ലിമിറ്റഡ് നമ്പേഴ്സ് കസ്റ്റമറേ ഉള്ളൂ താനും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ബിസിനസ്സിനും ഈ ഡാറ്റാസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. കാരണം നമ്മൾ വലിയൊരു ഒരു സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്പെൻഡ് ചെയ്യണം. അതേസമയം ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സ്പെൻഡിങ് ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ ഡയറക്റ്റ് നമ്മളെ നർച്ചർ ചെയ്ത് നമ്മളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ സാർ ഈ പറഞ്ഞ രൂപത്തിലുള്ള എന്തെങ്കിലും ഇവന്റുകൾ, നമ്മളിപ്പോ ഈ പറഞ്ഞ രൂപത്തിൽ ഇപ്പൊ കാൻഡിൽ നൈറ്റ് ഡിന്നർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നമുക്ക് എന്തെങ്കിലും ഓഫീസ് കപ്പിൾ ഫെസ്റ്റ് അങ്ങനെയൊക്കെ പറയുന്ന എന്തെങ്കിലും കോൺസെപ്റ്റുകൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് അഡ്വർടൈസ്മെന്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. നമുക്ക് ഈ ഡാറ്റ ഉപയോഗിച്ച് എന്ത് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ അത് നമ്മൾ എന്തായാലും 3rd ഡേയിൽ നമുക്ക് മാർക്കറ്റിംഗിന്റെ സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്യുന്നതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അന്ന് നമുക്ക് അതിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് എങ്ങനെ വേണം അവരെ റിട്ടൻഷൻ എങ്ങനെ കൊണ്ടുവരേണ്ടതെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. പിന്നെ എന്തെങ്കിലും നമ്മുടെ അവിടെ ഏതെങ്കിലും കമ്മ്യൂണിറ്റികൾ നിലവിലുണ്ടോ? കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്തെങ്കിലും ആളുകളുടെ കൂട്ടായ്മകളായിട്ട് അങ്ങനെ എന്തെങ്കിലും കമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ടോ? അങ്ങനെ ആക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളൊക്കെ? അതൊക്കെ ഭയങ്കര ലിമിറ്റഡ്. അങ്ങനെ ആകെയുള്ള 2 പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി മാത്രമേ. അതേ ഉള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ, എന്നാ വിട്ടേക്കാം. ഓക്കെ. നമ്മുടെ റെസ്റ്റോറന്റിന്റെ ഉള്ളിലെ ആംബിയൻസുകളൊക്കെ എങ്ങനെയാ? ആംബിയൻസ് ആളുകൾക്ക് ഇരിക്കാനും ആക്റ്റീവ് ആയിട്ടുള്ള ആംബിയൻസ് ഒക്കെ എങ്ങനെയാ ചെയ്തിരിക്കുന്നത്? ആംബിയൻസ് ആവറേജ് ആണ്. നമ്മൾ മെയിൻ ആയിട്ട് ഇതാണല്ലോ, പുറത്താണല്ലോ ഉള്ളത്, ഓപ്പൺ ആണുള്ളത്, ഓപ്പൺ കഫ്റ്റേരിയ ആണ്. ഒരു വേലി പോലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ടേബിൾ സെറ്റ് ചെയ്യാണ്. പിന്നെ ചെറിയൊരു ഏരിയ മാത്രം ഒരു 8-10 ടേബിൾ ഉള്ള രീതിയിൽ ഒരു റൂഫിംഗ് സിസ്റ്റം ഉണ്ട്. റൂഫിങ്ങിനകത്ത് ടേബിൾ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 തരത്തിലാണുള്ളത്. കൂടുതൽ അതിനകത്ത് വീഡിയോയും നല്ല 2-3 ഫോട്ടോസ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒന്ന് അയച്ചു തരുമോ സാർ? അയച്ചുതരാം, ഞാൻ പറഞ്ഞയച്ചു. ഓക്കെ ഓക്കെ. നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മളെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, പിന്നെ നേരത്തെ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മളിപ്പോ തുടക്കത്തിൽ കുറെ ഫോട്ടോ ഒക്കെ ഇട്ട് ഇങ്ങനെ വലിയ റീച്ചും കാര്യമില്ലാത്തതിന് അത് ശ്രദ്ധിക്കാണ്ട് പോയി പോകുന്നുണ്ട്. പിന്നെ ഉള്ളത് ഈ വാട്സപ്പിൽ സ്റ്റാറ്റസ് വയ്ക്കലും ആ ഒരു പരിപാടിയാണുള്ളത്. ഈ ലിമിറ്റഡ് ആണ്. നമ്മൾക്കിപ്പോ ദ്വീപിൽ ഈ അമിനി ദ്വീപിൽ മാത്രം മാർക്കറ്റിംഗ് മതിയല്ലോ, അതിന്റെ പുറത്തോട്ട് പോയിട്ടും കാര്യമില്ല. ഈ പറയപ്പെട്ട 6-7 ആൾക്കാരുടെ ഇടയിലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ് സാർ പറഞ്ഞ പോലെ ഡാറ്റ കളക്ട് ചെയ്യുക, അവരുടെ ഡയറക്റ്റ് മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ സോഷ്യൽ മീഡിയ ഇപ്പൊ പുറത്തുള്ള ആൾ കണ്ടാലും ബ്രാൻഡിങ് ഉണ്ട്, ബ്രാൻഡിങ് കിട്ടും. ആ ദ്വീപിൽ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. പക്ഷേ ബിസിനസ് ആയി വരില്ല, പുറത്തല്ലേ ഉള്ളത്, ദൂരത്താണ്. ഇതില് 2 ഓപ്പർച്യൂണിറ്റിയാ സാറിനുള്ളത്. ഒന്ന്, ഈ ഒരു റെസ്റ്റോറന്റ് നമ്മളിപ്പോ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആക്കി കൃത്യമായിട്ടുള്ള ഒരു മെനു ഒക്കെ സെറ്റ് ചെയ്ത് ഇവിടെയുള്ള ബഗ്സുകളൊക്കെ നമ്മൾ പരിഹരിച്ച് നല്ല രൂപത്തിൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആക്കി ഇത് മാറ്റി കഴിഞ്ഞാൽ
സാറിന് ഇത് എന്ത് ചെയ്യാൻ പറ്റും? കോപ്പി പേസ്റ്റ് ചെയ്ത് അടുത്ത ട്യൂബിലേക്കോ അല്ലെങ്കിൽ അടുത്തൊരു സെന്ററിലേക്കോ സാറിന് ഇത് കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഞാനിത് സാറിന് സെറ്റ് ചെയ്ത് തരുന്നത് അങ്ങനെയാണ്. സാറില്ലാതെ ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് സ്വന്തം ഇൻഡിവിജ്വൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന രൂപത്തിലേക്കാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുക. അപ്പൊ ഇന്നലെ സാറുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം എനിക്ക് സ്വയമേ തോന്നി ഈ കറക്റ്റ് ഇതൊക്കെ സാറ് പറഞ്ഞ എനിക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമോ തോന്നി. യെസ്. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാന്നറിയാം. ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗിക്കാം. പെയ്ഡ് പ്രൊമോഷൻ ചെയ്തോളണമെന്നില്ല. പണം കൊടുത്ത് നമ്മളൊന്നും ചെയ്യണ്ട. നമുക്ക് സ്ഥിരമായിട്ട് ഒരു വീഡിയോ എങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. നമ്മൾ ഒരു 30 സെക്കൻഡ്സിന്റെ വീഡിയോ നമ്മൾ സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതിലേക്കുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. അത് നമ്മുടെ ബിഹൈൻഡ് ദ സീൻ ആയിരിക്കാം. ചിലപ്പോൾ ഫുഡ് കുക്ക് ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ കുക്ക് പിന്നെ നല്ല രൂപത്തിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ സർവീസ് സ്റ്റാഫ് സർവീസ് ചെയ്യുന്നതായിരിക്കാം. നമ്മളിൽ വന്നൊരു ആള് ഭക്ഷണം വാങ്ങി കഴിക്കുന്നതായിരിക്കാം. ഇങ്ങനെ പല ഡിഫറെന്റ് ആയിട്ടുള്ള ഇമോഷൻ ടച്ച് ചെയ്യുന്ന വീഡിയോകൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ചെറിയ വീഡിയോസുകളായിട്ട് നല്ല ട്രെൻഡിങ് മ്യൂസിക്കുകളൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് വ്യൂസ് കുറഞ്ഞോട്ടെ, ചെറിയ വ്യൂ മതി. ചിലപ്പോൾ ഒരു 50 വ്യൂ അല്ല 100 വ്യൂ അല്ല ഒരു 1000 വ്യൂ ഒക്കെ മാക്സിമം കിട്ടുള്ളൂ. അത് മതി നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ നമ്മൾ ഡെയിലി ഇത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഈ ദ്വീപിലുള്ള ആളുകൾ കാണുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ദ്വീപിലുള്ള ആളുകൾ ഇത് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഇതൊരു സിസ്റ്റമാറ്റിക് ആയി ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ഫ്ലോ കൊണ്ടുവന്ന് റെഡി ആയി കഴിഞ്ഞാൽ സാറിന് എന്ത് ചെയ്യാം, ഇത് നേരെ അടുത്തൊരു ദ്വീപിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ പിന്നെ ബ്രാൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഓട്ടോമേറ്റഡ് ആയിട്ട് ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് ആളുകൾ അവിടെ അറിയുന്നുണ്ടാവും. ഞങ്ങൾ ഇവിടെ വരുന്നു എന്ന് മാത്രം നിങ്ങൾ അനൗൺസ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇത് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് തരും. ഈ സോഷ്യൽ മീഡിയന്റെ ഒരു ബെനിഫിറ്റ് അതാ. അവിടെ ആളുകൾ അത് ചർച്ച ചെയ്യപ്പെടും. അവിടെ നമ്മൾ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അവിടെ ഒരു കസ്റ്റമർ ബാങ്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. അല്ലേ നമ്മൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളൊരു 3 മാസം മുതൽ 6 മാസം വരെ കസ്റ്റമർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും പണിയെടുക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ബ്രാൻഡിങ് കിട്ടാൻ സോഷ്യൽ മീഡിയ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ചെറിയൊരു ഇഷ്യൂ ഈ പറഞ്ഞ ഇപ്പൊ ഈ പൊന്മേനി പാർക്ക് എന്ന് പറയുന്നില്ലേ, പൊന്മേനി എന്ന് പറയുന്ന സാധനം ഈ അമിനി ദ്വീപിന്റെ വേറൊരു പേരാണ്, വിളിപ്പേരാണ്. വേറെ ദ്വീപിലോട്ട് ഈ സാധനം ബ്രാൻഡിങ് പോകുമ്പോ പിന്നെ അതൊരു നെഗറ്റീവ് ആയി. അത് ഞാൻ നേരത്തെ ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു, ഇങ്ങനെ പോകുമ്പോ തന്നെ ഏത് പേരിൽ പോകണമെന്നൊക്കെ ഇങ്ങനെ ചെറിയ തിങ്കിങ് വന്നിരുന്നു പേരില്. നമ്മളിപ്പോ അവിടെയാണ് നമ്മൾ തുടക്കത്തില് ഇതിൽ ഉദ്ദേശിച്ചു തുടങ്ങിയതുകൊണ്ട് അവിടെ പെട്ടെന്ന് ക്ലിക്കാണ് പൊന്മേനി എന്നിട്ടത്. വേറെ ദ്വീപിൽ പോകേണ്ട പുറത്തുള്ള ആൾക്കാരാണെന്നുള്ള ഒരു സംഭവത്തിൽ നമ്മളിപ്പോ പിന്നെ നമുക്കിപ്പോ മിഡിൽ ഈസ്റ്റില് കാലിക്കറ്റ് റെസ്റ്റോറന്റ് അല്ലെ കാലിക്കറ്റ് കഫ്തീരിയ എന്നൊക്കെ പറയുന്ന നിരവധി സ്ഥാപനങ്ങൾ കാണാൻ പറ്റും മിഡിൽ ഈസ്റ്റിലും. അതേപോലെ ഇപ്പൊ പിന്നെ എനിക്ക് തന്നെ ഇപ്പൊ പിന്നെ സിംഗപ്പൂരാണോ അല്ലെ UK എവിടെ ഒരുത്തില് കാലിക്കറ്റ് കഫ്തീരിയ എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പിന്നെ ഈ ട്രഡീഷണൽ നെയിമുകൾക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ബ്രാൻഡിങ് കിട്ടിക്കഴിഞ്ഞാൽ അത് എവിടെ പോയാലും ഇത് ആളുകളെ സ്വീകരിക്കും. കാരണം അവിടുത്തെ അമിനി ദ്വീപ് എന്ന ഒരു ട്രഡീഷണൽ നെയിമാണല്ലോ നിങ്ങൾ ഇപ്പൊ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോ പ്രവൃത്തിയിലേക്ക് വരുന്ന സമയത്തും ഇതിനൊരു പിന്നെ ഇതുണ്ട്, എന്താണ് നമുക്ക് ലെഗസി എന്ന് പറയാം. നമ്മുടെ ഒരു പാരമ്പര്യം, ഇവിടെ ഇത്രയും വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇവിടെ വന്നു എന്നുള്ള ഒരു ലെഗസി നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് അതിന്റെ ബ്രാൻഡിങ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ബ്രാൻഡ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത ദ്വീപിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതിനൊരു ബ്രാൻഡ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇവിടെ വന്നത്, എന്താണ് നമ്മൾ ഇവിടെ കൊടുത്തത്, ഇവിടുത്തെ കസ്റ്റമറുടെ പിന്നെ ഇതിനോടുള്ള അപ്രോച്ച് എന്തായിരുന്നു, എത്രത്തോളം നമുക്ക് അവരെ പിന്നെ ഫുഡിലെ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബ്രാൻഡ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യും നമ്മൾ ഇവിടേക്ക് പോകുമ്പോൾ. അപ്പൊ ആളുകൾ അത് സ്വീകരിക്കുകയാണ് ചെയ്യാതെ. ഓക്കെ, അതൊക്കെ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് നമ്മൾ സ്കെയിലപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണത്. ഓക്കെ, ദെൻ നമുക്ക് വേറൊരു കോമ്പറ്റേറ്റർ ആയിട്ട് വേറെ ആളില്ല എന്നുള്ളതാണല്ലോ സാർ? നിലവിൽ ആരും ഇല്ലല്ലോ. ഓക്കെ 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 ഓക്കെ. അപ്പം ഞാൻ 1-2 കാര്യങ്ങൾ നമ്മളിപ്പോ ഇന്ന് സംസാരിച്ചതിന് ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയുന്ന ഒന്ന്, നമുക്ക് നമ്മുടെ മെനുവില് നമുക്ക് യുണീക്നെസ് കൊണ്ടുവരണം. എന്തായാലും നമ്മൾ ഇതുവരെ കൊടുത്തോണ്ടിരുന്ന മെനുകളൊക്കെ ആളുകൾ കഴിച്ചു, അവര് ഒരുപാട് കാലമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് വെറൈറ്റീസ് കൊണ്ടുവരണം. നമ്മൾ അത് കൊണ്ടുവന്നാൽ തന്നെ നമുക്കൊരു 50% ബിസിനസിന്റെ നിലവിലുള്ള കസ്റ്റമറിൽ നിന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, റവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് പിന്നെ ഈ പറയുന്ന രൂപത്തിൽ എന്തെങ്കിലും ഇവന്റുകൾ നമുക്ക് എത്രയും പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്നതിലേക്ക് പോകണം. ഓക്കെ, കസ്റ്റമറുടെ ഒരു ഫ്ലോ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്.
കാരണം ഒരു തവണ കഴിച്ചു പോയ ഒരാൾ ചിലപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്തത് കഴിക്കാൻ വേണ്ടി വരിക ചിലപ്പോൾ. അവരെ നമ്മൾ എന്ത് ചെയ്യണം, 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ വീണ്ടും നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം. ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങനെ നമുക്ക് മെനുവിന്റെ കാര്യങ്ങൾ നമുക്കൊന്ന് ഒന്ന് റീസ്ട്രക്ചർ ചെയ്തെടുക്കാം. അപ്പൊ നാളത്തേക്ക് എനിക്ക് ഇന്ന് സാറിന് ഡാറ്റ സാർ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഡേ ടൈമിൽ എന്റെ ടീം മെമ്പേഴ്സ് എന്ത് ചെയ്യും, അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാൽക്കുലേഷൻ കറക്റ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് നാളെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേഷനിലൂടെ പോവാം. അപ്പൊ നാളെ സാറിന്റെ മാനേജർ വേണമെങ്കിൽ മാനേജറോട് കയറിക്കോട്ടെ നാളത്തേക്ക്. ഓക്കെ. അപ്പോ അങ്ങനെയാകുമ്പോ നമുക്ക് കുറച്ചുകൂടും ഈ ഫുഡ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോ പുള്ളിക്ക് അതിന്റെ ഒരു നോളജ് കിട്ടുമല്ലോ. ബ്രേക്ക് ഈവൻ എന്തെങ്കിലും പ്രൈവസി ഉള്ള കാര്യങ്ങൾ, സംസാരിക്കേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സാർ ആദ്യം റിമൈൻഡ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ എന്താന്ന് പറയാം, നമ്മളിപ്പോ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോകുമ്പോൾ വേസ്റ്റേജ്, അതേപോലെ നമുക്ക് ഫുഡ് കോസ്റ്റിൽ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. കാരണം നമ്മുടെ സ്റ്റാഫിന് നമ്മളിപ്പോ ഫുഡ് നമ്മളെ കിച്ചണിലുള്ള ഫുഡ് തന്നെ എടുത്ത് കഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും, നമ്മളത് കൺട്രോൾ ചെയ്തിട്ട് അവർക്ക് സെപ്പറേറ്റ് മെനു ഇട്ടിട്ട് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ നിലവിൽ അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? സ്റ്റാഫിന്റെ ഫുഡ് എങ്ങനെയാ ചെയ്യുന്നത് ഇപ്പൊ നിലവില്? സ്റ്റാഫിന്റെ ഫുഡ് സെപ്പറേറ്റ് നേരത്തെ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു, നോർമൽ ഫുഡ് കൊടുക്കണം. ഇപ്പൊ ഇതിന് തന്നെ എന്തെങ്കിലും ഫീസ് കാര്യങ്ങളില്ലാതെ ചെറിയ രീതിയിലുള്ള അങ്ങനെ കൊടുത്തോണ്ടിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അത് മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ടോ? അവര് ഫുഡ് മറ്റേത് എടുത്ത് കഴിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ടോ? മോണിറ്റർ ചെയ്യാൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കുക്ക് ചെയ്യണം. ഓക്കെ 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 ഓക്കെ. നമ്മള് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ടോ അപ്പൊ നിലവിൽ? പോസ്റ്റ് ഏതെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിലാണ് ഉള്ളത്. അവിടെ അവർ ഇതൊക്കെ അയച്ച പേയ്മെന്റ് ഒക്കെ കൊടുത്താണ്. ഞാൻ പറഞ്ഞില്ല റീകോസ്റ്റ് ആന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് കുറെ ഫെസിലിറ്റീസ് ഒക്കെ കാണുന്നുണ്ട്. ഇന്നലെ ഞാൻ അവരുടെ മീറ്റിലുണ്ടാകും, ഗൂഗിൾ മീറ്റിൽ അവർ കുറെ ലിങ്ക് ഒക്കെ അയച്ചു തന്നെ. കസ്റ്റമൈസ് ചെയ്ത ലിങ്ക് ഞാൻ സാറിന് ഷെയർ ചെയ്യാം. അതിന് കുറെ ഇത് കാണുന്നുണ്ട്. അപ്പൊ സാറ് ഫാമിലിയർ ഇല്ലെന്ന് പറയാം, റീകോസ്റ്റ് ആന്ന് പറഞ്ഞത്. അപ്പൊ സാറിനൊന്ന് മനസ്സിലാകാൻ പറ്റുള്ളൂ. ആ ലിങ്ക് ഷെയർ ചെയ്യാം. ഞാനത് കേട്ടില്ല, ഞാനൊന്ന് നോക്കാം. നമുക്കത് സാർ ഒന്ന് അയച്ചോളൂ. ഓക്കെ 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 ഓക്കെ. അപ്പൊ എങ്കിലും നമുക്ക് നാളത്തേക്ക് ഇരിക്കാം. ഇന്ന് ലിമിറ്റേഷൻസ് ഉണ്ട്, ഇന്ന് പരസ്യം ഒന്നും ചെയ്യാൻ വേണ്ടിട്ട് പറ്റിയില്ല. അതുകൊണ്ടുള്ള ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. നാളെ എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് കാര്യങ്ങള് നിങ്ങൾക്ക് അത് സ്ക്രീനിൽ കൂടെ കാണിച്ചു തരേണ്ട കാര്യങ്ങൾ. അപ്പൊ നാളെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കാൽക്കുലേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അത് ഒന്നിച്ചിരിക്കാം നമുക്ക്. ഓക്കെ 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 ഓക്കെ. താങ്ക് യു. അപ്പൊ നാളെ നമുക്ക് എന്തായാലും സെയിം ടൈം. ശരി, താങ്ക് യു. ഓക്കെ.